ആഴ്ത്തി മുമ്പോട്ട് പോകുന്ന ഈ നാളുകളിൽ നമ്മളുടെ ഈ കരോൾ വിരുന്ന് നീണ്ട നാളുകളുടെ പരിശ്രമത്തിൻ്റെ ഒരു അവസാനമാണ് എങ്കിലും ഇടയ്ക്ക് നമുക്ക് കരോൾ വിരുന്ന് മാറ്റിവെക്കാം അല്ലെങ്കിൽ നടത്തണ്ട എന്നുള്ള ആലോചനകൾ ബഹുമാന്യരായ വൈദികരുടെ ഭാഗത്തു നിന്നും നമ്മളെല്ലാവരും കൂടി ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും അഭിവന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയും നമ്മുടെ പത്രിക്കൽ വികാർ നമ്മുടെ ഐസക് മാർ ഒസ്താത്യോസ് തിരുമേനിയും നമ്മളിത് മുമ്പോട്ട് നടത്തണം. നമ്മുടെ ശ്രേഷ്ഠ ബാബ തിരുമേനി ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് എന്നുള്ള ഒരു വാക്കിൻ്റെ പുറത്താണ് നമ്മളിന്ന് ഈ പരിപാടിയിൽ എത്തി നിൽക്കുന്നത്. ഇങ്ങനൊരു പരിപാടിയിൽ എത്തി നിൽക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ വലിയ പരിശ്രമം ഇതിൻ്റെ പുറകിലുണ്ട്. ഒരുപാട് പേരുടെ കഷ്ടപ്പാട് ഇതിൻ്റെ പുറകിലുണ്ട്. ഇന്ന് ഇവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാ വൈദിക ശ്രേഷ്ഠരോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഭദ്രാസനത്തിൻ്റെ കൗൺസിലിൻ്റെ വലിയ സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഹോസ്റ്റിംഗ് പള്ളിയുടെ വലിയ കഷ്ടപ്പാട് ഇതിൻ്റെ പുറകിലുണ്ട്. നമുക്ക് നമ്മുടെ ടീമുകളെ കുറിച്ചുള്ള മാർക്കുകളൊക്കെ റെഡിയായി വരുന്നു. ഇത്രയും ബഹുമാനപ്പെട്ട ഭദ്രാസനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അച്ഛൻ, ഭദ്രാസനത്തിൻ്റെ ട്രഷറർ, ഭദ്രാസനത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി, അതുപോലെ ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, ഇത്രയും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, ഈ ഒരു ഈവൻ്റ് ഇത്രയും ഭംഗിയായിട്ട് ഓരോ വർഷവും നമ്മൾ അതിൻ്റെ കുറവുകൾ നികത്തി അതിൻ്റേതായ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ ഇത്രയും ഭംഗിയായിട്ട് ഭദ്രാസന അടിസ്ഥാനത്തിൽ ഓരോ വർഷവും അതിൻ്റെ ക്വാളിറ്റി കൂട്ടിക്കൊണ്ട് തന്നെ അത് മുന്നോട്ട് പോവുകയാണ്. ഇത്രയും ബഹുമാനപ്പെട്ട ജേക്കപ്പച്ചൻ പറഞ്ഞു, കഴിഞ്ഞ വർഷത്തെക്കാളും വളരെ ഗ്രാൻഡായിട്ട് ഉണ്ട് ഈ വർഷത്തെ പ്രോഗ്രാം. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ കഴിഞ്ഞ വർഷം നൽകിയതായ കുറച്ച് സജഷൻസ് ഒത്തിരി ഉണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ പേഴ്സണലി അച്ഛനായിട്ടും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. കാരണം അച്ഛനായിട്ട് ഇവിടെ വന്നുള്ള പരിചയമല്ല, നാട്ടിൽ ഞങ്ങളുടെ സെമിനാരി മുതലുള്ളതായ ഒരു പരിചയമാണ്. അപ്പോൾ ആ ഒരു ബന്ധത്തിൽ നിൽക്കുമ്പോൾ അച്ഛനായിട്ട് അത്രയും ഒരു അടുപ്പമുണ്ട്. അതുകൊണ്ട് ഓരോ വർഷവും അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ക്വാണ്ടിറ്റിയും അതിൻ്റേതായ ആ പ്രോഗ്രാമിൻ്റേതായ ആ ഒരു നല്ല തലത്തിൽ എത്തിച്ചേർക്കുവാനായിട്ട് സാധിച്ചു. അതിന് ഈ UK ഭദ്രാസനത്തിലെ എല്ലാ പള്ളികളുടെയും പൂർണ്ണമായ സഹകരണം, അതുപോലെ നിങ്ങൾ ഓരോരുത്തരുടെയും പൂർണ്ണമായ സഹകരണം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും നല്ല രീതിയിൽ ഈ പ്രോഗ്രാംസ് എല്ലാം നടത്തുവാനായിട്ട് സാധിച്ചത്. എത്രയും ബഹുമാനപ്പെട്ട വട്ടപ്പുറം വെലച്ചൻ പറഞ്ഞു, നമുക്കൊരു 800 പേര് ആദ്യം കടന്നു വരും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം ചിന്തിച്ചു, 800 പേരെ ഉൾക്കൊള്ളുവാൻ പറ്റുന്നതായ ഒരു വെന്യൂ നമ്മൾ ആദ്യം കണ്ടെത്തണം. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഒരു ലൈവ് പ്രോഗ്രാം നടത്തിയത്. നമുക്ക് ലിമിറ്റേഷൻസ് ഒത്തിരി ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും പരിമിതികളിൽ നിന്നുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ഈ തരത്തിൽ ഈ പ്രോഗ്രാം എത്തിച്ചേർന്നത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതായ എല്ലാ ഇടവക അംഗങ്ങളും, അതുപോലെ ഭദ്രാസന കൗൺസിൽ, വൈദികരെ, എല്ലാ ആളുകളുടെയും പൂർണ്ണ സഹകരണത്തോടു കൂടിയാണ്. എല്ലാവരോടും ഒറ്റ വാക്കിൽ അഭിവന്ധ്യ തിരുമേനിക്ക് വേണ്ടിയും ഈ ഭദ്രാസന കൗൺസിലിന് വേണ്ടിയും ഈ ഭദ്രാസനത്തിൻ്റെ ശുശ്രൂഷ എന്ന രീതിയിൽ നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നത് സ്റ്റോക്കോണ്ടൻ സെൻറ്റ് കുര്യാക്കോസ് ഇടവകയാണ്. ഇടവകയിലെ ഭരണസമിതിയും വികാരിയച്ഛനും ഇടവക അംഗങ്ങളും ഒക്കെ വളരെയധികം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇടവകയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട റെയ്നു ഒരു വാക്ക് സംസാരിക്കും. എത്രയും ബഹുമാനപ്പെട്ട വൈദികർ, MSSCI കൗൺസിൽ മെമ്പേഴ്സ്, എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ഇത്രയും കാറ്റും കോളും നിറഞ്ഞ ഈ ദിവസം നിങ്ങളിവിടെ കടന്നു വരികയും ഈ ചെറിയ പരിമിതിയിൽ നിന്ന് ഈ പ്രോഗ്രാം വളരെ വിജയകരമായി പൂർത്തീകരിക്കുവാൻ സഹായിക്കുകയും ചെയ്തതിനുള്ള നന്ദി ആദ്യം അർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഒരു ചെറിയ ഇടവകയാണ്. ഇതിനു മുൻപ് ഞങ്ങൾ ഫാമിലി കോൺഫറൻസ് നടത്തിയിരുന്നു. അന്നും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ആ പരിപാടി വൻ വിജയമാക്കിയത്. ഇന്ന് ഈ കരോൾ വിരുന്ന് നടത്തുവാനുണ്ടായ സാഹചര്യം മറ്റുള്ള പള്ളികൾ ഏറ്റെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഞങ്ങളിത് ഏറ്റെടുത്തത്. അത് ഞങ്ങൾ ഏറ്റെടുത്തു, ഞങ്ങൾ നല്ല രീതിയിൽ നടത്തിയെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങളുടെ വളരെ താങ്ക് യു. നിങ്ങളുടെ കയ്യടിയാണ് ഞങ്ങളുടെ എല്ലാവിധ വിജയത്തിനും ഒരു ഉത്സാഹം. താങ്ക് യു. എല്ലാവർക്കും ഒരു ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ജഡ്ജസ് അവരുടെ
പൂർത്തീകരിച്ച് കഴിയുമ്പോൾ അവർ സ്റ്റേജിലേക്ക് കയറി വരും. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട അച്ഛന്മാർ ഓർമ്മിപ്പിച്ചതുപോലെ ഈ കരോൾ വിരുന്ന് ഇന്നിവിടെ സംഭവിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയൊരു കഷ്ടപ്പാടുണ്ട്. അത് ഒരാളുടെ അല്ല, ഒരുപാട് പേരുടെ നീണ്ട നാളുകളുടെ പരിശ്രമത്തിൻ്റെ ഒരു ഫലമാണ് ഇന്നിവിടെ സംഭവിച്ചത്. ഇന്നത്തെ കാലാവസ്ഥയൊക്കെ വളരെ പ്രതികൂലമായിരുന്നു. ഇന്ന് ഈ ഹാള് തുറന്നു കിട്ടിയത് തന്നെ ഒരുപാട് താമസിച്ചിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തതിനേക്കാൾ ഒരുപാട് താമസിച്ചു പോയത്. ഒരുപക്ഷെ നിങ്ങൾ ഒന്ന് കയറുമ്പോൾ ഇനിയും തുടങ്ങിയിട്ടില്ലയോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. അതിനുള്ള കാരണം നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നമല്ല, നമ്മൾ ഒരുപാട് പരിശ്രമിച്ചു. പക്ഷേ എന്നിട്ടും നമുക്കിപ്പോഴാണ് തീർക്കാൻ സാധിച്ചുള്ളൂ. നമ്മുടെ പ്രോഗ്രാമാണ്, നമ്മളെല്ലാവരും അതിനോട് ചേർന്ന് സഹകരിക്കുക. ഇങ്ങനെയൊരു കരോൾ വിരുന്ന് ഈ വർഷം നടത്തുവാൻ വേണ്ടിയിട്ട് ഏറ്റവും അധികം സപ്പോർട്ട് തന്നത് നമ്മുടെ ഇടവക മെത്രാപ്പോലിത്ത, നമ്മുടെ പത്രിക്കൽ വികാർ അഭിവന്യ ഐസക് മാർ ഒസ്താത്യോസ് തിരുമേനിയാണ്. തിരുമേനിയുടെ വലിയ പിന്തുണയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ പരിപാടി നടത്തുവാനുള്ള കാരണം. നമ്മളുടെ കൗൺസിലിൻ്റെ വൈസ് പ്രസിഡന്റ് അച്ഛനും സെക്രട്ടറി അച്ഛനും ട്രഷററും ജോയിൻറ്റ് സെക്രട്ടറിയും കൗൺസിൽ അംഗങ്ങളൊക്കെ ഏതെല്ലാം വിധത്തിൽ പിന്തുണ തരണമോ ആ പിന്തുണയെല്ലാം നമുക്ക് തന്നിരുന്നു. ഈ ഹോസ്റ്റ് ചെയ്യുന്ന ഇടവക എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് അവർ എന്താവശ്യപ്പെട്ടാലും അത് ചെയ്യാൻ തയ്യാറായി മുൻപോട്ട് വന്നു. ഇതിങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു വലിയ സപ്പോർട്ടിംഗ് ടീം, ഒരു ടെക്നിക്കൽ ടീം എൻ്റെ കൂടെ നമ്മോടൊപ്പം എല്ലാ കാര്യങ്ങളിലും ദിവസങ്ങളായി ആഴ്ചകളായി പണിയെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് സംഭവിക്കുവാൻ കാരണമായത്. നമ്മുടെ ജാസ് മീഡിയ അവരുടെ ഒരു ടെക്നിക്കൽ ടീം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് തന്നു. ഈ വർഷത്തെ കരോൾ വിരുന്ന് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നിയമാവലിയും മറ്റുമായി ബന്ധപ്പെട്ട് തേജസ്സും അതുപോലെ തന്നെ ജേക്കബ് അച്ഛനും എന്നോടൊപ്പം എല്ലാ കാര്യങ്ങളിലും ചർച്ച ചെയ്ത് മുൻപോട്ട് പോന്നു. ഇന്ന് വളരെ ദൂരത്ത് നിന്ന് കഷ്ടപ്പെട്ട് ഒരുപാട് ഇടവകകൾ, ടീമുകൾ വന്നിട്ടുണ്ട്. ഇനിയും 3 ടീമുകൾ കൂടി പങ്കെടുക്കേണ്ടതായിരുന്നു, അവർക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട വൈദികരെല്ലാം ചേർന്ന് പറയുകയായിരുന്നു, വരും വർഷങ്ങളിൽ പരിശുദ്ധ സഭയുടെ UK ഭദ്രാസനത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാനമായ ഇവൻറ്റുകളിൽ ഒന്നായി ഈ കരോൾ വിരുന്ന് മാറ്റപ്പെടും. കൂടുതൽ ഇടവകകൾ, കൂടുതൽ ടീമുകൾ പങ്കെടുക്കും എന്നതിൽ സംശയമില്ല. ഒരു വട്ടം കൂടി എല്ലാവരോടും നന്ദി പറയുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 2024 ഈ ഡയോസിസിൻ്റെ ഈ കരോൾ വിരുന്ന് ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ തക്കവണ്ണം ഇടയാക്കിയതിൽ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈ പ്രോഗ്രാം ഇത്ര മനോഹരമായി തീർന്നതിൽ നമ്മുടെയും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണമുണ്ടായി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി കരയേറ്റുന്നു. ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഭദ്രാസനത്തിൻ്റെ സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് ഇവിടെ ഒരു സ്റ്റാൾ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പോകുമ്പോൾ അവിടെ ഒന്ന് സന്ദർശിച്ചിട്ട് വേണം കടന്നു പോകുവാനെന്ന സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കടന്നു വന്നിട്ടുള്ള വന്യരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവത്തെ നമുക്ക് നന്ദിയോടെ മഹത്വപ്പെടുത്താം. UK വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദൈവമക്കളെല്ലാവരും ഇന്ന് ഒരുമിച്ച് ചേർന്നിരിക്കുമ്പോൾ ഇത് സ്വർഗത്തിലെ ദൈവം സന്തോഷിക്കുന്ന ഒരു അനുഭവമായി മാറുകയാണ്. അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാർ ആലപിച്ചതായ ആ ആത്മീയ ഗീതം കാലങ്ങൾക്കിപ്പുറം നാം പാടി മഹത്വപ്പെടുത്തുമ്പോൾ സ്വർഗമെന്ന് സന്തോഷിക്കുകയാണ്. ഈ അനുഗ്രഹീതമായ നിമിഷത്തിൽ ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച പ്രത്യേകിച്ചും ഭദ്രാസനത്തിൻ്റെ മീഡിയ, അതോട് ചേർന്ന് എല്ലാ ഇടവകകളും വലിയ പിന്തുണയോടെ ഈ കാര്യങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ സ്റ്റോക്കോൺ-ട്രെൻറ് ദേവാലയം അവരുടെ ശക്തിയുടെ അപ്പുറത്ത് നിന്നുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായി ഈ കാര്യങ്ങൾ ക്രമീകരിച്ചു. അവരെയും നന്ദിയോടെ ഓർക്കുമ്പോൾ എല്ലാവരും നൽകിയതായ എല്ലാ സഹകരണവും തുടർന്നും ഉണ്ടാകണമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും നന്മകൾ നേരുന്നു. ഈ വർഷത്തെ മത്സരം വ്യത്യസ്തമാക്കണം എന്ന ചിന്തയിലൂടെ അതിൻ്റെ ആലോചനകൾ നടത്തുമ്പോൾ പ്രിയപ്പെട്ട ജേക്കബ് അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ, പരിശുദ്ധ സഭയുടെ ഒരു മത്സരമല്ലേ, ഒരു ആരാധന ഗീതം ഉൾപ്പെടുത്തിയാൽ അതല്ലേ ഏറ്റവും ഭംഗിയാവുന്നത് എന്ന് ചോദിച്ചു.
അതിൽ നിന്നാണ് നമ്മളുടെ ക്രിസ്തുമസിൻ്റെ ശുശ്രൂഷയുടെ ഗാനത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അത് വീണ്ടും ഞാൻ അഖിലച്ഛനായി സംസാരിക്കുമ്പോൾ അച്ഛൻ 1-2 സജഷൻസ് പറഞ്ഞു. അതിൽ നിന്നാണ് ഈ പാർട്ടിയിലേക്ക് എത്തുന്നത്. അച്ഛാ, 2 വാക്ക്. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇത്രയും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കൗൺസിൽ മെമ്പേഴ്സ്, ആദ്യമേ തന്നെ ഇതിൽ പങ്കെടുത്തതായ എല്ലാവർക്കും എല്ലാവിധമായ ആശംസകൾ നേരുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മളെല്ലാവരും നല്ല രീതിയിൽ ഈ പ്രോഗ്രാം ആസ്വദിച്ചാണ് ഇരുന്നത്. ഏറ്റവും കഷ്ടപ്പെട്ടിരുന്നതായ ആളുകൾ ഈ ജഡ്ജസാണ്. കാരണം എനിക്ക് തോന്നുന്നു ഒന്നിനോടൊന്ന് മെച്ചമായ നിലയിൽ എല്ലാ ടീം അംഗങ്ങളും, നമ്മുടെ ദേവാലയങ്ങളെല്ലാവരും തന്നെ നല്ല രീതിയിൽ അവരുടെ കഴിവിന് അപൂർവമായ രീതിയിൽ നല്ല രീതിയിൽ പരിശ്രമിച്ചു. അച്ഛന്മാരൊക്കെ ഇവിടെ ഇരുന്നപ്പോൾ പറഞ്ഞു, നാട്ടിൽ നിന്ന് ഒത്തിരി ഡ്രസ്സുകളൊക്കെ തയ്പ്പിച്ചു കൊണ്ട് വന്നിട്ടുണ്ട് യൂണിഫോമൊക്കെ സെറ്റാക്കാൻ വേണ്ടി. അതേപോലെ തന്നെ മാലാഖമാർ, ഉണ്ണിയേശു, കന്യാമറിയം, അങ്ങനെയുള്ള കോസ്റ്റ്യൂമുകളൊക്കെ വളരെയധികം നല്ലതായ രീതിയിൽ, നമുക്ക് ക്രിസ്തുമസ് ആയിട്ടില്ല, എന്നാൽ അതിനു മുമ്പേ തന്നെ നമുക്ക് ഒരു ക്രിസ്തുമസിൻ്റെ നല്ലൊരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്കത് ലഭിച്ചു. ഇന്ന് ഇവിടെ കൂടിയതായ എല്ലാവർക്കും അത് വളരെ നല്ല അനുഭവമായിരുന്നു എന്ന് തന്നെ കരുതുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതായ എല്ലാ ഇടവക അംഗങ്ങളോടും, പ്രത്യേകിച്ച് ഇത് ഹോസ്റ്റ് ചെയ്ത ഇടവകയോടും വന്ന് സംബന്ധിച്ചതായ എല്ലാവരോടുമുള്ളതായ നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. എല്ലാവിധമായ ആശംസകളും ജനന പെരുന്നാളിൻ്റെയും പുതിയ വർഷം 2025 എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത്രയും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, അഖിലച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ആരുടെയും വാക്ക് കേൾക്കാനല്ല നിങ്ങൾ ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ ജിനുവിൻ്റെ അടുത്ത് പോയി സംസാരിച്ച ഇന്നത്തെ സൗണ്ട് സിസ്റ്റം വളരെ മനോഹരമായിരുന്നു. വളരെ മനോഹരമായിട്ട് അത് പാട്ട് പാടി എല്ലാവർക്കും അത് അനുഭവപ്പെട്ടിട്ടുണ്ട്. അവളൊരു വളരെ സൂപ്പറായിട്ടാണ് അത് ക്രമീകരിച്ചത്. ഇത്രയും ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛനോട് സംസാരിക്കാൻ സാധിച്ചു. അച്ഛനും അഭിപ്രായപ്പെടുകയുണ്ടായി. വളരെ മനോഹരമായിട്ട് ഈ ഔട്ട്പുട്ടെല്ലാം കൃത്യമായിട്ട് കിട്ടുകയുണ്ടായി. മുമ്പോട്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ നമ്മൾ ഒരുപടി കൂടി മുൻപോട്ട് വരുവാൻ സാധിച്ചു. മുമ്പോട്ടുള്ള വർഷങ്ങളിലും കൂടുതൽ ഇത്രയും ബഹുമാനപ്പെട്ട വട്ടപ്പറമ്പച്ചൻ്റെ നേതൃത്വത്തിൽ കൂടുതൽ മുമ്പോട്ട് വരുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല. ഓരോരോ അച്ഛന്മാരെ ഈ വട്ടപ്പറമ്പിലച്ഛൻ ഇങ്ങനെ വിളിക്കുന്നത് കൊണ്ടാണ് വന്നതെന്ന് പറയുന്നത്. നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളെ ശപിക്കരുത്. ഏറെ നിങ്ങൾ കൈയടിച്ച കാര്യം റെഡിയായിട്ടുണ്ട്. ഇവിടെ റിസൾട്ട് റെഡിയായിട്ടുണ്ട്. ഞാൻ നിർത്തുവാണ്. വളരെ മനോഹരമായി ഗാനങ്ങൾ ആലപിച്ച, ഒത്തിരി പ്രാക്ടീസ് ചെയ്ത് കഷ്ടപ്പെട്ട് ഇവിടെ കടന്നു വന്ന് വലിയൊരു ദൃശ്യ വിസ്മയം ഒരുക്കിയ നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ മംഗളാശംസകൾ പ്രത്യേകമായി ജനന പെരുന്നാളിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ 4 ജഡ്ജസും നിങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ച്, നിങ്ങളുടെ പാട്ടുകളെക്കുറിച്ച് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. എവിടെയായിരുന്നു പ്രശ്നമെന്നും ഏതൊക്കെ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാമെന്നും ഒക്കെ ആദ്യമായിട്ട് പ്രിയപ്പെട്ട തേജസ്സിനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആദ്യമായിട്ട് ഈ കരോൾ വിരുന്നിലേക്ക് വീണ്ടും ഒരു ജഡ്ജായിട്ട് ക്ഷണിച്ചതിന് ഒത്തിരി നന്ദി. ആദ്യം തന്നെ പറയാനായിട്ടുള്ളത്, കഴിഞ്ഞ വർഷം വന്ന ഒരാളായതുകൊണ്ട് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഡ്രാസ്റ്റിക് ഇമ്പ്രൂവ്മെൻറ്റ് എല്ലാ ടീമിലും കാണുവാനായിട്ട് സാധിച്ചു. ഒരു വലിയ കൈയടി അതിന് തന്നെ. ശരിക്കും ഒരു കരോൾ വിരുന്ന് കിട്ടി. ഒത്തിരി സന്തോഷം. ഇന്ന് ജഡ്ജായിട്ടിരുന്നതുകൊണ്ടാണ് അത്രയും പാട്ടുകൾ ആസ്വദിക്കാൻ പറ്റിയത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനായിട്ടുള്ളത് ഇതിൻ്റെ സംഘാടകരോടാണ്. കാരണം സൗണ്ട് സിസ്റ്റം വാസ് സോ ഗുഡ്. ഒരു കാരൽ കൊയർ കോമ്പറ്റീഷന് എങ്ങനെയാണോ സൗണ്ട് സിസ്റ്റം വെക്കേണ്ടത് അതുപോലെയായിരുന്നു. കാരണം കഴിഞ്ഞ വർഷം നമ്മൾക്ക് ഓരോരുത്തർക്ക് മൈക്കുകൾ വന്നപ്പോഴും, മോണോ മൈക്കുകൾ വന്നപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇംബാലൻസുകൾ ഉണ്ടായിരുന്നു. പക്ഷേ കണ്ടൻസർ മൈക്ക് വെച്ചപ്പം എല്ലാ ടീമിനും ഒരേപോലെ, അതായത് അവിടെ ആർക്കും ഒരു കയറ്റി ഇറക്കമില്ല, എല്ലാ ടീമിനും ഒരുപോലെ. പിന്നെ അവർ മൈക്ക് യൂസ് ചെയ്യുന്നതിനനുസരിച്ചുള്ള ഡിഫറൻസ്. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങൾക്ക് ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് ക്ലീനായിട്ട് ഞങ്ങൾക്ക് അവരുടെ ടോണ്, അതിൽ വരുന്ന മിസ്റ്റേക്സ് അല്ലെങ്കിൽ അതിൽ വരുന്ന ക്വാളിറ്റീസ് എല്ലാം നല്ലപോലെ അറിയാനായിട്ട് സാധിച്ചു. അപ്പം സൗണ്ട് സിസ്റ്റംകാർക്കിട്ടൊരു നല്ലൊരു കൈയടി.
ടീമിലേക്ക് വരുമ്പം ഓരോ ടീമും ഇവിടെ വരുമ്പോൾ അറിയാം ഒത്തിരി എഫേർട്ട് എടുത്തിട്ടാണ് അവർ വന്നത്. അവർ പാട്ടുകൾ ഒത്തിരി ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെർഫോമൻസിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ആക്ച്വലി ഇന്ന് പെർഫോമൻസിന് സെപ്പറേറ്റ് ജഡ്ജ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് പാട്ടിൽ തന്നെ ഇങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ എന്നാലും പൊതുവേ കണ്ടതിൽ വെച്ചിട്ട് ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ എല്ലാവരുടെയും കോസ്റ്റ്യൂമും അതുപോലെ തന്നെ ഇവർ വന്ന പെർഫോമൻസൊക്കെ ഭയങ്കര കളർഫുള്ളായിരുന്നു. ഞാൻ സിംഗിങ്ങിലേക്ക് കടക്കുകയാണ് സമയമില്ലാത്തത് കൊണ്ട്. നമുക്ക് കേരൾ വിരുന്നിൻ്റെ ഈ ജഡ്ജിങ് ക്രൈറ്റീരിയാസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഏതിലൊക്കെയാണ് മാർക്ക് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 2 പാട്ടുകളായിരുന്നു ഓരോ ടീമിനും ഉണ്ടായിരുന്നു. ഓരോ പാട്ടിനും ഞങ്ങൾ 100-ലൊരു മാർക്ക് ഇട്ടു, അത് 200-ലാക്കി, എന്നിട്ട് അത് അവസാനം 100-ലാക്കി. അങ്ങനെ ഓരോ ജഡ്ജസിൻ്റെയും ഒരു 100-ലൊരു ആവറേജ് സ്കോർ വരും. അപ്പോൾ ഒരു 300 മാർക്സ് വരും. പ്ലസ് ഒരു 30 മാർക്സ് നമ്മുടെ പെർഫോമൻസിന് 10% ഓഫ് 300. അങ്ങനെ 330-ലാണ് നമ്മൾ ടോട്ടൽസ് ഓരോ ടീമിനും നമ്മൾ എഴുതിയേക്കുന്നത്. അതിൽ ടൈമിംഗ്, റിതം എന്നുള്ള കാറ്റഗറിയിലും അതുപോലെ തന്നെ വോയിസ് മോഡുലേഷൻ വിച്ച് ഇൻക്ലൂഡ്സ് ക്വാളിറ്റി, ബാലൻസ്, മോഡുലേഷൻ, ബ്ലെൻഡ്, ഇതിന് രണ്ടിനും 20 മാർക്സും ബാക്കി എല്ലാ ജഡ്ജിങ് ക്രൈറ്റീരിയയുള്ള കാറ്റഗറീസിന് 10 മാർക്സും വെച്ചിട്ടായിരുന്നു. ഓരോ ടീമിൻ്റെ പെർഫോമൻസുകൾ നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. നിങ്ങൾ 2 സോങ്ങായിട്ട് ഇവിടെ വരുമ്പോൾ ചില ടീമുകൾക്കൊക്കെ ഒരു സോങ് ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു, പക്ഷേ മറ്റേ സോങ്ങിൽ ചിലപ്പോൾ മാർക്ക് പോവും. ചില ടീമുകൾ വരുമ്പോൾ 2 സോങ് ഒരേപോലെ അവർ പെർഫോം ചെയ്യുന്നു. അപ്പം നിങ്ങൾ ആരാധനാഗീതത്തിനും അതുപോലെ തന്നെ ആരാധനാഗീതം നല്ലപോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് മറ്റേതിന് ഇത് ആകരുത്, അതുപോലെ തന്നെ തിരിച്ചും വരരുത്. അപ്പോൾ അത് ചില ടീമുകളൊക്കെ ശ്രദ്ധിക്കണം. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെറിയ മാർക്കുകൾക്ക് ഡിഫറൻസ് വന്നത് അതുകൊണ്ടായിരിക്കും. ഞങ്ങൾ 2 പാട്ടെടുക്കുമ്പം 2ൻ്റെയും സ്കോർ ഏകദേശം ഒരേപോലെ വരുന്ന ടീമുകളൊക്കെ അപ്പോൾ അവർ ഒരുപോലെ 2 സോങ്ങിന് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഡിഫറൻസ് വരുമ്പം അവർ ആ ഒരു സോങ്ങിനായിരിക്കും അവർ കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് ഇയറിൽ കാണാഞ്ഞ ഒരു കാര്യമായിരുന്നു, ഈ വർഷം നല്ല പോലെ എഫേർട്ട് എടുത്ത് കുറേ അധികം ടീമുകൾ ഹാർമണി അവർ പാടി, അവർ പുറത്തത് നല്ലപോലെ ബ്ലെൻഡായിട്ടൊക്കെ വന്നു. പിന്നെ ഒരു ക്ലാപ്പ് കൊടുത്തോ. പിന്നെ പിച്ചിങ് ഒത്തിരി ബെറ്ററായി. വളരെ ചുരുക്കം ചില ടീമുകൾക്കൊക്കെയാണ് അവിടെ ഇവിടെയൊക്കെ ഫ്ലാറ്റ് അയക്കുന്നതും ഷാർപ്പ് അയക്കുന്നതും. കാരണം നമുക്ക് ഹെഡ്സെറ്റ് വെക്കുമ്പോൾ നമുക്ക് ക്ലീൻ ആയിട്ട് അറിയാം. പിച്ചിങ് ഒത്തിരി ബെറ്ററായി. ടൈമിംഗ് പ്രോബ്ലംസ് പല ടീമുകൾക്കും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ആരാധനാഗീതത്തിൽ ഒത്തിരി ടൈമിംഗ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ബട്ട് മറ്റേ സോങ് വരുമ്പോൾ ഓഫ് കോഴ്സ് ട്രാക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ബാക്കിങ് കിട്ടുമ്പോൾ കുറച്ചുകൂടെ ടൈമിങ് നമുക്ക് ഓക്കെ ആകും. പൊതുവേ മിക്ക ടീമുകളിലും കണ്ട ചില കുറവുകളും കൂടെ ഞാനൊന്ന് പറയാം. ഒന്ന്, ബ്രീത്ത് കൺട്രോൾ. അപ്പം ഇവിടെ ഒരു 20 പേര് അല്ലെങ്കിൽ 15 പേര് അല്ലെ 22 പേര് ഒന്നിച്ച് നിൽക്കുമ്പോൾ എത്ര പേരാണെങ്കിലും 10 പേരാണെങ്കിലും 15 പേരാണെങ്കിലും 20 പേരാണെങ്കിലും അവരുടെ വോളിയൂം, അവരുടെ ആ ഒരു മോഡുലേഷനും ഒരുപോലെ പുറത്ത് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഭംഗി. അപ്പം നമുക്കിവിടെ സമ്മാനാർഹരായിട്ടുള്ള ടീമുകൾക്കൊക്കെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി അതായിരുന്നു. അവരെത്ര പേര് ഇവിടെ നിന്നാലും പുറത്ത് വരുന്നത് ഒരേ വോളിയം, ഒരാൾ പാടുന്നത് പോലെ. 10 പേര് നിന്നാലും ഒരാൾ പാടുന്നത് പോലെ. അപ്പോൾ ആ ഒരു ബാലൻസിങ് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ബ്രീത്തിങ് കൺട്രോൾ, അതായത് എല്ലാ സിംഗേഴ്സും ഒരേ സമയത്ത് ബ്രീത്ത് എടുക്കുവാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും പുറത്ത് കേൾക്കാനായിട്ട്. അത് ചില ടീമുകളൊക്കെ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്, മിക്ക ടീമുകളും അത് ശ്രദ്ധിച്ചിട്ടില്ല. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ ഇവിടെ ബ്രീത്ത് എടുക്കണം, ഇവിടെ ബ്രീത്ത് എടുക്കണം. അതുപോലെ ചില ടീമുകൾ വരുമ്പം അവർ സസ്റ്റെയിൻ ചെയ്യുന്നില്ല. ഇപ്പം നമുക്കൊരു 4/4 മെഷറിലൊരു സോങ് ഉണ്ടെങ്കിൽ ആ 4 ബീറ്റ്സിൽ നമ്മുടെ ആ ഒരു സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ അത് അത്രയും 4 ബീറ്റ്സ് വരെ പാട്ടുണ്ട്. അവസാനം വരുമ്പോഴത്തേക്കും വോളിയം കുറഞ്ഞു പോകരുത്, അത്രയും 4 ബീറ്റ്സ് നിൽക്കുമ്പോഴേ അത് കംപ്ലീറ്റ് ആകത്തുള്ളൂ ആ നോട്ട്. പിന്നെ നോട്ട് പൊസിഷൻസ്, മിക്ക ടീമിൻ്റെയും ആ ട്യൂണിനുള്ള പൊസിഷൻസ് കറക്റ്റായിരുന്നു. സോങ് സെലക്ഷൻസ് ലാസ്റ്റ് ഇയറിനെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ടീമുകൾ അവർ എഫേർട്ട് എടുത്ത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ള സോങ്സ് അവർ സെലക്ട് ചെയ്തിട്ട് വന്നു. ഇറ്റ്സ് നോട്ട് ഈസി അങ്ങനെ ഒരു പാട്ട് സെലക്ട് ചെയ്ത് പഠിച്ചിട്ട് വരാനായിട്ടുള്ളത്. അതിന് വലിയൊരു കയ്യടി. എല്ലാവരും ആ ഒരു ചലഞ്ച് ഏറ്റെടുത്തു. കട്ടിയുള്ള സോങ്ങുകൾ, കോമ്പറ്റീഷനും പറ്റുന്ന സോങ്ങുകൾ അവർ സെലക്ട് ചെയ്തുകൊണ്ട് വന്നു. ചില ടീമുകൾക്കൊക്കെ സോങ് സെലക്ഷൻസ് കുറച്ച് ആവറേജിലായിരുന്നു, പക്ഷേ മോസ്റ്റ് ഓഫ് ദം വേർ ലൈക്ക് പ്രൊഫഷണൽസ്. പ്രൊഫഷണൽ മീൻസ് കോമ്പറ്റീഷന് പറ്റിയിട്ടുള്ള സോങ് സെലക്ഷൻസ് ആയിരുന്നു.
ബാക്കിയെല്ലാം കോമൺ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എല്ലാവർക്കും ഡിക്ഷനും ഫ്രേസിങ്ങും ഒക്കെ ഓൾമോസ്റ്റ് സെയിം ഒരു ക്വാളിറ്റിയിലാണ് പുറത്തു വന്നത്. ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞു കൊള്ളട്ടെ. നമ്മുടെ ക്രിസ്മസ് കാരൽ സിംഗിങ് പാടുമ്പം പൊതുവെ എല്ലാവരിലും കാണാഞ്ഞൊരു കാര്യമായിരുന്നു എക്സ്പ്രഷൻസ്. അതായത് ഇപ്പം നമ്മളൊരു പാട്ട് പാടുമ്പം ആ പാട്ട് ഇങ്ങനെ നിന്ന് ആദ്യം മുതൽ അവസാനം വരെ നമ്മളങ്ങ് ഒരേ വോളിയത്തിൽ ഫുൾ വോളിയത്തിൽ അങ്ങനെ അങ്ങ് ഔട്ട് പുറത്തോട്ട് വിട്ടാൽ അതിനൊരു ഭംഗി കാണത്തില്ല. അതൊരു റഫ് സിംഗിങ് എന്ന് പറയും. പക്ഷെ നമ്മൾ ആ ഒരു സോഫ്റ്റ്നെസ് കൊണ്ടുവന്നിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യണം. നമ്മുടെ വോയിസിനെ നമ്മളിങ്ങനെ അങ്ങ് തുറന്നങ്ങ് വിടാതെ നമ്മൾ കൺട്രോൾ ചെയ്ത്. അപ്പം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ എൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന സിംഗറിൻ്റെ പാട്ട് എനിക്ക് കേൾക്കാമോ, അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന സിംഗറിൻ്റെ പാട്ട് എനിക്ക് കേൾക്കാമോ, അത്രയും വരെ കേൾക്കാവുന്ന രീതിയിലാണ് നിങ്ങൾ പാടുന്നതെങ്കിൽ മൊത്തത്തിൽ അത് വരുമ്പോൾ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും. ഇനി എനിക്ക് എൻ്റെ പാട്ട് മാത്രമേ കേൾക്കത്തുള്ളൂ, ഞാൻ അത്രയും വോളിയത്തിലാണ് ഞാൻ പാടുന്നത്, എനിക്ക് ഇപ്പുറത്ത് നിൽക്കുന്ന ആളുടെയും കേൾക്കത്തില്ല, ഇപ്പുറത്ത് നിൽക്കുന്ന ആളുടെയും അതിൻ്റെ അപ്പുറത്തേത് പിന്നെ ഒട്ടും കേൾക്കത്തില്ല. ആ ഒരു ലെവലിലാണ് നിങ്ങൾ പാടുന്നതെന്നുണ്ടെങ്കിൽ പുറത്ത് വരുമ്പോഴത്തേക്കും ഇംബാലൻസ് വരും. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം എന്ന് ഓർപ്പിച്ചുകൊള്ളുന്നു. കൺഗ്രാറ്റ്സ് ടു ഓൾ ഓഫ് യു. ഇത്രയും വലിയൊരു കരോൾ വിരുന്ന് ഞങ്ങൾക്ക് തന്നതിന് ഒത്തിരി നന്ദി. ഏറ്റവും ബഹുമാനമുള്ള അച്ഛന്മാരെ, ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രിയ കൊയർ മെമ്പേഴ്സ്, ഭദ്രാസനത്തിൻ്റെ കൗൺസിൽ അംഗങ്ങൾ, എന്നോടൊപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ സാധിച്ച ഞങ്ങളുടെ പ്രിയ ജഡ്ജസ്, എല്ലാവർക്കും സ്നേഹവന്ദനം. വളരെ തിരക്കിലാണ് നമ്മളെല്ലാം. എനിക്ക് നാളെ 2 ശുശ്രൂഷയുണ്ട്. അവർ 6 മണിക്ക് തീരുമെന്ന് അച്ഛൻ പറഞ്ഞ് എന്നെ പറ്റിച്ചതാണ്. കാരണം എന്നോട് പറഞ്ഞു രാവിലെ അച്ഛാ കറക്റ്റ് സമയത്ത് 9:30 ഞങ്ങൾ 10 മണിക്ക് അച്ഛൻ വരാമെങ്കിൽ നമ്മൾ തീർത്തിരിക്കുമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ രാവിലെ 4 മണിക്ക് ജീവിതത്തിൽ എഴുന്നേറ്റിട്ടില്ല. 4 മണിക്ക് എഴുന്നേറ്റ് 5:30 ആയപ്പോൾ അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തിയാണ്. ഇവിടെ വന്നപ്പോഴെന്താ ഹോള് പോലും തുറന്നിട്ടില്ല. എന്തോ ഒരു ക്രൂരതയാണ് കാണിച്ചത്. അച്ഛൻ്റെ ഒരു പെടാപ്പാട്. ഇത്ര ശാന്തശീലനായ ഒരു മനുഷ്യൻ, ഇത്രയൊരു പ്രശ്നം ഉണ്ടായിട്ട് ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇതുവരെ നമ്മളത് കണ്ടിട്ടില്ല. സെക്രട്ടറി അച്ഛനൊക്കെ ഞങ്ങളൊക്കെ ആണെങ്കിൽ വല്ല ക്ഷോഭവും സങ്കടവും പ്രയാസമൊക്കെ ഇവിടെ മുഖത്ത് വന്നായിരുന്നു. ഇദ്ദേഹത്തിന് ഇതൊന്നും കാണാനില്ല. എന്ത് കൂളായിട്ടായിരിക്കുന്നത്. ഞാൻ ആദ്യം അദ്ദേഹത്തെ വിടാൻ കാരണം ഞങ്ങൾ ജഡ്ജ് ചെയ്യുമ്പം കൂടുതൽ പറയാൻ കഴിവ് അദ്ദേഹത്തിനാണ്. കാരണം സോ ഡീറ്റെയിൽ. കഴിഞ്ഞ വർഷം ഞങ്ങൾ സ്വപ്നം കണ്ടത് എനിക്കിതൊന്ന് കാണാൻ സാധിച്ചു. ഞാൻ അടുത്ത വർഷം തിരിച്ചു പോകും. അതുകൊണ്ട് അടുത്ത വർഷം ഞാനിവിടെ വരുമെന്ന് എനിക്കറിയാം. വരത്തില്ലായിരിക്കും ഉറപ്പായിട്ടും. കാരണം 2 പള്ളിയിലെയും ശുശ്രൂഷ മാറ്റി വെച്ചിട്ടാണ് ഞാനിന്ന് ഇവിടെ വന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും വരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അന്നേരം ഇത്ര മനോഹരമായ അത് അച്ഛന്മാരെ, കൗൺസിലംഗങ്ങളെ, പ്രിയപ്പെട്ട എല്ലാ ഇടഭാഗങ്ങളുമേ, എല്ലാവർക്കും അങ്ങേയറ്റം നിങ്ങൾക്ക് സന്തോഷിക്കാം, അഭിമാനിക്കാം. ഇതൊരു ഏറ്റവും അനുഗ്രഹകരമായ ഒരു മീറ്റിംഗാണ്. നിങ്ങളൊരു കാര്യം ഓർക്കണം, വലിയൊരു കഴിവുകളുടെ മാറ്റുരയ്ക്കലാണ് ഇവിടെ നടന്നത്. അതുകൊണ്ട് 1, 2, 3 പേരെ മാത്രമേ അക്നോളജ് ചെയ്യപ്പെടുത്തുള്ളൂ. ബാക്കി ഒത്തിരി പേര്, ഏതാണ്ട് 20ഓളം അംഗങ്ങൾ. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം നിരാശപ്പെടും. എനിക്ക് പേടിയാണ് അടുത്ത വർഷം നിങ്ങൾ ഇത്രയും പേര് വരുമോയെന്ന്. കാരണം എന്നും പോയിട്ട് ഒരു കാര്യമില്ലല്ലോ, അങ്ങനെ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആരും ചിന്തിക്കരുത്. ഇത് വലിയൊരു കൂട്ടായ്മയാണ്, ഇതൊരു വലിയ ഫെലോഷിപ്പ്. ഇതിൻ്റെ അപ്പുറത്തേക്കൊരു ഫെലോഷിപ്പ് എനിക്ക് തോന്നുന്നില്ല, ക്രിസ്മസ് കാലയളവിൽ നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ആ ഒരു ഊർജ്ജമെടുത്ത് ഒറ്റ കാര്യം എൻ്റെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞൊരു കാര്യം ഒന്ന് പറയണമെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഡിക്ഷൻസ് നല്ല മലയാളമായിരുന്നു കേട്ടോ. ഇറ്റ് ഈസ് റിയലി ഗുഡ്. നല്ലതുപോലെ പാടും. എന്നാലും നമ്മൾ കന്യക മറിയാമിനെ പേറ്റ എന്ന് പറഞ്ഞത് എനിക്ക് സങ്കടം. പേറ്റതായിപ്പോയി. കൂടുതൽ പേരും ആരാധനാഗീതം വളരെ താല്പര്യത്തോടെ ഞാൻ അച്ഛനോട് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങളെല്ലാവരും ഈ പാട്ടിൽ ഷുവറല്ലേ? ഈ പാട്ട് പാടിയവർ അത് പാടാമോ? ഒരു സെക്കൻഡ്. ബിറ്റ് ലൗഡർ. നോക്കച്ചാ, ഇതിൽ കൂടുതൽ സഭയ്ക്ക് എന്താ അഭിമാനിക്കാൻ. ഈ ഒരു ഗീതം ഇനി ജീവിതത്തിൽ മറക്കില്ല. താങ്ക് യു വെരി മച്ച്. റിയലി ഗുഡ്, സോ ഗുഡ്. ഞങ്ങൾക്ക് അങ്ങേയറ്റ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഗീതങ്ങൾ നിങ്ങളെല്ലാം പഠിക്കണം. നമുക്ക് കിട്ടിയ വലിയൊരു സുഹൃത്തുക്കളാണ്. എല്ലാവരോടും എന്നെ വിളിച്ചതിനുള്ള നന്ദി.
എല്ലാ അച്ഛന്മാരോടും പ്രിയപ്പെട്ടവരും ഞങ്ങളുടെ ട്രഷററെ വളരെ വേദനയോടെ നിൽക്കുകയാണ്, എത്രയും വേഗം പോകണമെന്നുള്ള ചിന്തയില്ല. താങ്ക് യു വെരി മച്ച്. നിങ്ങളെല്ലാവരും എഫേർട്ട് എടുത്തു, അധ്വാനിച്ചു. സൗണ്ട് പറയാനില്ല, ഇറ്റ്സ് റിയലി സോ ഗുഡ്, റിയലി ഗുഡ്. അത്ര ഞങ്ങളുടെ ഹൗളിയാവുന്ന എല്ലാ ഫ്രീക്വൻസി അറസ്റ്റ് ചെയ്ത് ഇറ്റ് വാസ് സോ റിയലി ഗുഡ്. പ്രസൻറ്റ് ചെയ്തവർ നിങ്ങളെ ഒരിക്കലും മറക്കുന്നില്ല. നല്ല ഒരു ഡിലേ ഇല്ലാതെ എല്ലാം ക്രമീകരിച്ചു. ഭക്ഷണം ഞങ്ങൾക്ക് തന്നവരെ എല്ലാവരും ക്രമീകരിച്ച് എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി അച്ഛന്മാരോട് എൽദോസ് അച്ഛൻ സീനിയറായി ഞങ്ങൾക്ക് മുന്നിൽ നയിക്കാനായിട്ടുണ്ട്. എല്ലാവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ വർഷത്തെ കരോൾ വിരുന്നിന് എനിക്കും ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അതിന് ദൈവത്തിന് ആദ്യം നന്ദി പറയുന്നു. പിന്നെ എന്നെ ഇൻവൈറ്റ് ചെയ്ത എല്ലാവരോടുമുള്ള നന്ദി. ശരിക്കും പറഞ്ഞാൽ ഞാൻ പാട്ടിൻ്റെ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു, എന്നാലും എല്ലാവരുടെ പാട്ടും ഞാൻ നല്ലപോലെ ആസ്വദിച്ചു, ശരിക്കും നല്ലപോലെ ആസ്വദിച്ചു. പിന്നെ ഇത് ഓരോ ടീംസും കാണുമ്പോൾ അറിയാം എല്ലാവരും നല്ല എഫേർട്ട് ഇട്ടിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളതെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലാവും. എല്ലാവർക്കും നല്ലൊരു കൈഡി ആദ്യം തന്നെ. പിന്നെ ഒരു കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ, ഡ്രസ്സ് കോസ്റ്റ്യൂംസ് ബ്യൂട്ടിഫുള്ളായിരുന്നു, ഭയങ്കര രസമായിരുന്നു. എല്ലാവർക്കും ഞാൻ കോസ്റ്റ്യൂംസിന് നല്ല മാർക്ക് കൊടുത്തിട്ടുണ്ട്, കാരണം എല്ലാവരും നല്ല രസമുണ്ടായിരുന്നു കോസ്റ്റ്യൂംസ്. പിന്നെ ഇവിടെ മേരി ആയിട്ടും ജോസഫായിട്ടൊക്കെ ഒരുങ്ങി നിന്നവരും എല്ലാവരും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതൊരു സ്റ്റോറി പോലൊക്കെ കാണിച്ചവരുണ്ട്. പിന്നെ വിങ്സ് ഒക്കെ വെച്ച് ഡാൻസ് കളിച്ചവരും, അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ വിഷ്വലി നല്ലൊരു ട്രീറ്റ് ആയിരുന്നു. പിന്നെ അവസാനം ഒരു സർപ്രൈസ് പോലെ ലാസ്റ്റിൽ വന്ന് നിന്നവരുണ്ട്, അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ഒന്ന് രണ്ട് കാര്യം പറയാനുള്ളത്, ഇപ്പം ചിലവർ പാട്ട് നന്നായി പാടുന്നവരുണ്ട്, പക്ഷെ അവർക്ക് ചിലപ്പം പെർഫോമൻസിന് ഒന്നും കാണത്തില്ല, കാരണം അവരൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം മേ ബി ഒരു സാൻഡ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ അവർക്ക് പെർഫോമൻസിന് അത്രയും മാർക്ക് കാണത്തില്ല. അപ്പം 10% ഉള്ളൂ, ബട്ട് സ്റ്റിൽ. പിന്നെ പറയാനുള്ള ക്യാരക്ടറായിട്ട് വന്ന് നമ്മുടെ മേരിയും ജോസഫും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കറിയാം കുറേ നേരമായിട്ട് അവർ ഡ്രസ്സ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് അറിയാം, പക്ഷേ അവരിവിടെ വന്ന് കുറേ പേരൊക്കെ ഇങ്ങനെ ഭയങ്കര ടയേർഡായിട്ടിരിക്കുന്നു. ഏഞ്ചൽസൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുക, 1-2 പേരൊക്കെ. അപ്പോൾ അവരൊക്കെ ഈ ക്യാരക്ടറായിട്ട് നിൽക്കുമ്പം ഒന്ന് പ്ലസൻ്റായിട്ട് ചിരിച്ച് നിന്നാൽ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ പാട്ട് പാടുന്നവർ കുറേ പേര് ടെൻഷൻ അടിച്ച് പാടുന്നുണ്ട്, എന്നാൽ 1-2 ടീംസ് നല്ല എൻജോയ് ചെയ്ത് പാടുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള എല്ലാവരും നമുക്ക് പ്രൈസ് കിട്ടുന്നതിനേക്കാൾ ഉപരി എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് നല്ല സ്മൈലൊക്കെ കൊടുത്ത് ദൈവത്തെ സ്തുതിക്കുകയല്ല ആ പാട്ടിലൂടെ. അപ്പോൾ അങ്ങനെ എല്ലാവരും പാട്ട് പാടുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നേനെ. പിന്നെ ഒരു കാര്യം എനിക്കറിയാം, എല്ലാവരും നല്ല ഡിസിപ്ലിനായിട്ടാണ് സ്റ്റേജിലേക്ക് വന്നത്. തിരിച്ച് പോകുമ്പോഴും അതേപോലെ ഡിസിപ്ലിനായിട്ട് പോയാൽ നല്ലതായിരിക്കും. കാരണം 1-2 ടീംസുകൾ മാത്രം നല്ല കറക്റ്റായിട്ട് ഓർഡറായിട്ട് അവർ ഇറങ്ങി, ബാക്കി എല്ലാവരും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വെപ്രാളപ്പെട്ട് എല്ലാവരും ഇറങ്ങുമായിരുന്നു. അപ്പം അതും കൂടെ നെക്സ്റ്റ് ടൈം നോക്കിയാൽ നല്ലതായിരിക്കും. എനിവേ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. അപ്പം താങ്ക് യു സോ മച്ച്. സത്യത്തിൽ ഇത് അനൗൺസ് ചെയ്യാൻ എനിക്കൊരു വല്ലാത്ത പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഒട്ടും പേടിയില്ലാത്ത പാറ പോലെ നിൽക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ ഏൽപ്പിക്കുകയാണ്. കാരണം മുഖത്ത് യാതൊരു വ്യത്യാസമില്ല, എനിക്കറിയാം അച്ഛൻ്റെ കാര്യം. ഇവിടെ എനിക്ക് വേറൊരു സന്തോഷം കൂടെ ഉള്ളത്, ഇവിടെ MC ചെയ്ത എല്ലാ കുഞ്ഞുങ്ങളും മലയാളം നല്ലതുപോലെ പറഞ്ഞു. ഇംഗ്ലീഷ് കഴിവത് ഒഴിവാക്കി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അത് തന്നെയാണ്, ലാംഗ്വേജ് ഇസ് ഫാർ ആൻഡ് ലാംഗ്വേജ് ഇസ് ആ കൾച്ചർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഒരിക്കൽ കൂടി. നിങ്ങൾ മലയാളം വിടരുത്. താങ്ക് യു വെരി മച്ച് അച്ഛാ. ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടിയ ടീമുകൾക്ക് വളരെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ എന്ന്. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ പ്രതീക്ഷിച്ചതെടുത്ത് എത്താൻ സാധിച്ചില്ല എങ്കിൽ വിഷമിക്കാണ്ട് അടുത്ത വർഷം കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ വന്ന് പങ്കെടുക്കണമെന്ന് സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുന്നു. ഇവരെല്ലാം പറഞ്ഞ ഒരു കാര്യം, കഴിഞ്ഞ വർഷം വന്ന് പങ്കെടുത്ത ടീമുകളുടെ പെർഫോമൻസേ ആയിരുന്നില്ല ഈ വർഷമെന്ന്. അത്രമാത്രം നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തു. വരും വർഷങ്ങളിലും വലിയ സഭയ്ക്ക് അഭിമാനിക്കാവുന്ന വലിയൊരു പ്രോഗ്രാമായി ഇത് മാറട്ടെ. ആ 3rd പ്രൈസ് ലഭിച്ചിരിക്കുന്ന ടീമിൻ്റെ ചെസ് നമ്പർ 2 സ്റ്റാർട്ട് ചെയ്യുകയാണ്. 2 1 6
ആ 216 ചെസ് നമ്പറിലുള്ള ടീം മുമ്പോട്ട് കയറി വരണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ചെസ് നമ്പറിൽ കിട്ടിയിരിക്കുന്ന ആ ടീം കടന്നു വരണം. Congratulations to chess number 216. ഇവരുടെ തേർഡ് പ്ലേസ്ഡ് ടീം ആയതുകൊണ്ട് ഇവർക്ക് കിട്ടുന്ന സമ്മാനം 301 pounds സ്പോൺസർഡ് ബൈ ബി ജോൺ ലോജിസ്റ്റിക്സ്. അതിനോടൊപ്പം തന്നെ ഒരു മാഗ്നിഫിസന്റ് എവർ റോളിംഗ് ട്രോഫിയും കിട്ടുന്നുണ്ട് സ്പോൺസർഡ് ബൈ സാഫ്രോൺ എബിൻ. 216 തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്ന ടീം ഡെർബി മോർ ബസേലിയോസ് പള്ളി ഇടവകയാണ്. ഇപ്പോൾ ഭദ്രാസനത്തിന്റെ വൈസ് പ്രസിഡന്റ് അച്ഛനും സെക്രട്ടറി അച്ഛനും കൂടി ചെക്കും ട്രോഫിയും കൈമാറും. Once again, congratulations to More Baselios Derby Palli for your 301 pounds sponsored by B John Logistics. വലിയ അഭിനന്ദനങ്ങൾ ഡെർബി മോർ ബസേലിയോസ് പള്ളിക്ക് പറയുന്നു. കഴിഞ്ഞ വർഷവും നിങ്ങൾ തേർഡ് പ്രൈസ് തന്നെയായിരുന്നു. അതേ പൊസിഷൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. വീണ്ടും അഭിനന്ദനങ്ങൾ. അടുത്തതായി രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്ന ടീമിനെയാണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. 20 ടീമുകളിൽ 19 ടീമും രണ്ടാം സ്ഥാനം ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്ന ടീം ചെസ് നമ്പർ 2-3. ഞാൻ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. 2-3. 2-3-6. 2-3-6. ലീഡ് സെന്റ് ജോർജ് ഇടവകയാണ് സെക്കൻഡ് പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. ലീഡ് സെന്റ് ജോർജ് ഇടവകയിലെ ടീം അംഗങ്ങളെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്ന സെന്റ് ജോർജ് ലീഡ്സ് ഇടവകയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സ്റ്റേജിലേക്ക് വേഗത്തിൽ കടന്നു വന്ന് സമ്മാനം ഏറ്റുവെക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. സെക്കൻഡ് പ്രൈസ് വിജയിക്ക് ലഭിക്കുന്നത് 301 pounds ആണ് സ്പോൺസർഡ് ബൈ ബി ജോൺ ലോജിസ്റ്റിക്സ്. സോറി, തിരുത്തുണ്ട്. 501 pounds sponsored by B John Logistics. They also are winning an ever-rolling trophy sponsored by Serafion Ebin. Congratulations and George Leeds. അടുത്തത് എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒന്നാം സമ്മാനം ആർക്കാണ് എന്നുള്ളതാണ്. നമ്മളുടെ ഈ 20 ഇടവകകളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന ടീം ഏതാണ് എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. പ്രത്യേകം 2ഉം 3ഉം സ്ഥാനം കിട്ടിയ ടീമുകളെ അഭിനന്ദിക്കുന്നു. ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന ടീമിന് പ്രത്യേക അഭിനന്ദനങ്ങളോടെ അവരുടെ പേര് പറയുകയാണ്. 2-3-4. ലണ്ടൻ സെന്റ് തോമസ് ഇടവകയാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ആ ടീം അംഗങ്ങളെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. മറ്റ് എല്ലാ ടീമുകളുടെയും പോയിന്റ് നില ഞാനിപ്പോൾ നോക്കുമ്പോൾ അടുത്തടുത്താണ് നിൽക്കുന്നത്. എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്ന സെന്റ് തോമസ് ടീം അംഗങ്ങളെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാ വൈദികരും ചേർന്ന് ചെക്ക് സമ്മാനിക്കും ഒന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്ന ടീം അംഗങ്ങൾക്ക്. Congratulations, St. Thomas London, chess number 334.
Your first prize is a cash prize of £701, sponsored by Paul, John and Co Solicitors. First prize is a cash prize of £701, sponsored by Paul, John and Co Solicitors. Also a magnificent ever-rolling trophy sponsored by Sarafion Ebin. എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം പ്രത്യേകം എല്ലാവരോടും ഒരു വട്ടം കൂടി നന്ദി പറയുന്നു. എല്ലാവരും ഈ പ്രതികൂല കാലാവസ്ഥയിലും സേഫായി വീടുകളിൽ എത്തുക. ആരെയെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. പ്രത്യേകം എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. കൗൺസിലിനോടും എല്ലാ ടീം അംഗങ്ങളോടും ഇടവകയോടും വൈദികരോടും ഒക്കെയുള്ള പ്രത്യേക നന്ദി സമർപ്പിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികർ ഒന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമുദായിരമായിരമായി അനവധിയായി സ്തോത്രം നാഥ. കൃപ വേണം പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും നിൻ്റെ ഏകജാതനായ പുത്രൻ്റെ കൃപയും പൂർണ്ണവും പരിപൂർണമാക്കുന്ന പരിശുദ്ധ രൂഹായുടെ സംബന്ധവും സഹവാസവും നമ്മെല്ലാവരോടുകൂടെ, നമ്മുടെ പ്രവർത്തനങ്ങളോടുകൂടെ, നമ്മുടെ കുടുംബങ്ങളോടുകൂടെ, നമ്മൾ പുറപ്പെട്ടു പോകുന്ന ഇടവകളോടുകൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.